നമസ്കാരം. ഈ ആറ്റിങ്ങലിൽ ഇതേപോലെ അടഞ്ഞു കിടക്കുന്ന കുറേ സ്ഥാപനങ്ങളുടെ ഫോട്ടോയും ചിത്രയും മത്സരം ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെയ്ത വാർത്തയുടെ ഇമ്പാക്റ്റാണ്. സടകുടഞ്ഞ് എണിഞ്ഞിരിക്കുകയാണ് ഓരോ പാർട്ടി പ്രവർത്തകരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഹാളായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. 8-10ഓളം സ്ഥാപനങ്ങൾ ഇങ്ങനെ അടച്ചു മൂടി കിടക്കുകയാണ്. നമ്മുടെ കാശാണ്. ഈ ഒരു ടൗൺ ഹാളിൻ്റെ പേരിലൊക്കെ ആറ്റിങ്ങൽ സഹകരണ സംഘത്തിൽ കുഴിമ്പ് സഹകരണ സംഘത്തിൽ ഇത്രയും കോടി രൂപയൊക്കെ വായ്പ എടുത്തിട്ടുണ്ട്. ഒരു പുതിയ ബിൽഡിംഗ് പണി എത്രയും കാശ് വേണം, അതിന് മെയിൻ്റെനൻസിന് വേണ്ടി ഇത്രയും കാശ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആര് കൊണ്ടുപോയി ആരും തിന്നു എന്നറിയില്ല. പക്ഷേ ഇപ്പോഴും നിർജ്ജീവമാണ് കാരണങ്ങൾ. ഇപ്പോൾ ഏതായാലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സടകുടഞ്ഞെണിഞ്ഞിട്ടുണ്ട്. സമരം നടക്കുകയാണ്. നമ്മുടെ ചേട്ടാ, നമ്മളത് 100 പ്രാവശ്യം ഒരുപാട് അഴിമതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ന്യൂസിൻ്റെ ഇമ്പാക്റ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ പോലീസ് ബന്ദോബസ്തൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ഹർത്താൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇപ്പം ഈ നഗരസഭയിൽ കയറി ഒരുപാട് അഴിമതി ആറ്റിങ്ങൽ നഗരസഭയുടെ ഭരണം ചത്തോളം മോശമായ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സമയത്ത് തന്നെ UDFിൻ്റെ സമയത്ത് ഉണ്ടാക്കി വെച്ച് പല വികസന പ്രവർത്തനങ്ങളും അതേകൂടെ മുടങ്ങിക്കിടക്കുകയാണ്. മെയിനായിട്ടുള്ളത് ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺ ഹാളാണ്. മുനിസിപ്പൽ ടൗൺ ഹാൾ ഇപ്പം നമ്മുടെ 10 വർഷത്തോളം ആവാൻ പോകുന്നു. അത് മെയിൻ്റെനൻസ് എന്നും പറഞ്ഞ് അടച്ചിട്ടില്ല. എടുക്കാവുന്ന ലോണുകൾ അത്രയും എടുത്തു. ഇതുവരെ അത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കുഴിമുക്ക് സഹകരണ ബാങ്കിൽ നിന്ന് നല്ല തുക എത്രയോ കോടി പറഞ്ഞത് വളരെ കൂടുതൽ 8 കോടി 63 ലക്ഷം രൂപയാണ് എടുത്തിട്ടുണ്ടല്ലേ തുറന്നിട്ടില്ല. വേണ്ടി മാത്രം തുറക്കാതിപ്പോഴും നടക്കത്തില്ല. ഈ കൗൺസിലിംഗ് സമയത്ത് നടക്കാൻ പോകുന്നില്ല. അതിനിടയിൽ കൂടെയാണ് അവിടെ ഇത്രയും മോഷണം നടന്നിട്ട് നഗരസഭ അധികൃതർ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ. മോഷണം നടന്നോ? അവിടെ മോഷണം നടന്നു. നഗരസഭ അധികൃതരാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ ഭരണത്തിൻ്റെ ഈ ആറ്റിങ്ങൽ നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പൂർത്തിയിട്ടിട്ട് 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പൂർത്തിയിട്ട് നവീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ 8 വർഷമായിട്ടും അത് പൂർത്തീകരിച്ചിട്ടില്ല. ഒരു വനിതാ ഹോസ്റ്റൽ ഇവിടെ ഉണ്ട്. അത് പണി തീർത്തിട്ട് 8 വർഷമായി. ഞാനും നമ്മുടെ കൗൺസിലർമാരും എല്ലാം അവിടെ പോയപ്പോൾ അവിടെ ഉപയോഗിക്കാനായി ഇട്ടിരിക്കുന്ന സാധനങ്ങൾ മെത്ത ഉൾപ്പെടെ എല്ലാം ജീവച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ നേരത്തെ കൗൺസിൽ പറഞ്ഞതുപോലെ നമ്മുടെ വനിതാ ഹോസ്റ്റൽ, വനിതാ വ്യവസായ കേന്ദ്രം, വൃദ്ധസദനം, പിന്നെ ആയുർവേദ സബ് സെന്റർ, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഗരസഭാ ഭരണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് 20 വർഷക്കാലമായിട്ടാണ്. 2005 മുതൽ ഈ 2025 ഈ കൗൺസിലിന്റെ കാലാവധി അവസാനിക്കുന്നത് വരെ 2 പതിറ്റാണ്ട് കാലം ഈ നഗരസഭാ ഭരണം തുടർച്ചയായി കിട്ടിയിട്ട് എന്തു ചെയ്തു എന്ന് എന്റെ സംസാരം അവിടെ ഇരിക്കുന്ന ചെയർപേഴ്സണും ബാക്കിയുള്ള ഭരണകക്ഷി കൗൺസിലർമാരും വൈസ് ചെയർമാരെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ സ്വയം ഒരു ആത്മവിമർശനം നടത്തണം, ആത്മപരിശോധന നടത്തണം. 20 വർഷക്കാലത്ത് ഭരണം CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കിട്ടിയതിനു ശേഷം 2005 മുമ്പുണ്ടായിരുന്ന ആറ്റിങ്ങൽ പട്ടണത്തിൽ എന്തു മാറ്റം സംഭവിച്ചു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ജനം ചിന്തിക്കുന്നുണ്ടോ, ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതേക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന മറുപടി ഞങ്ങൾക്ക് ജനം വീണ്ടും അവസരം തരുന്നു എന്നാണ്. ഉള്ള സത്യം പറയാമല്ലോ. ആറ്റിങ്ങൽ ടൗൺ സഹകരണ ബാങ്കിൽ നിന്ന് 2 കോടി രൂപ വായ്പ എടുക്കുകയും ബാക്കി മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്താണ് ഈ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം നടത്തിയത്. ഇത്രയും നാളായിട്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് 9 വർഷമായിട്ട് കഴിയുന്നില്ല. പണ്ടൊക്കെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനിയായിരുന്നു ഈ ടൗൺ ഹാൾ. പാവപ്പെട്ടവർക്ക് ഒരു കല്യാണം നടത്തുവാൻ, ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് സ്വീകരണം നടത്തുവാൻ, ചെറിയ യോഗങ്ങൾ നടത്തുവാൻ ഇതൊക്കെ ആശ്രയമായിരുന്നു ടൗൺ ഹാൾ. അത് ഇന്നൊരു സ്മാരകമായി മാറിയെന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇവിടുത്തെ റോഡ്
ട്രാഫിക് ഒരുങ്ങിക്കിടക്കുന്നു. ഇതിന് പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല. ഈ അടുത്ത് കമ്മിറ്റി കൂടി അതിന് പരിഹാരം എന്നോണം വൺ വേ ആക്കുവാൻ തീരുമാനമെടുത്തു. പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല. കാരണം ഈ പാർട്ടിക്ക് കാശുണ്ടാക്കുവാൻ വേണ്ടി ചില ആളുകൾ ഭീമമായ തുക സംഭാവന നൽകിയതുകൊണ്ട് മാത്രമാണ് ഈ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന നടുക്ക് കൊണ്ട് തൂണിച്ചിട്ട് കാര്യമില്ല. കാരണം സ്ഥലം എടുത്താണ് വീതി കൂട്ടുള്ളത് അല്ലേ? അത് ഇപ്പൊ അവിടെ ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവന്നു. കച്ചവടം നിൽക്കാൻ പറ്റില്ല, മൊത്തം ബ്ലോക്ക് അവിടെ. അത് സാമ്പത്തിക പാർട്ടി ഇത് ചെവിക്കൊള്ളാത്തത്. ഇത്തരം നടപടികൾക്കെതിരെയാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും നമ്മൾ കുറേ കാലമായിട്ട് ഞങ്ങൾ മുറവിളി കൂട്ടുകയാണ്. കാരണം വെച്ചാൽ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മൾ വിഷ്വൽ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും ഒരു അനക്കം ഉണ്ടായതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ചേട്ടനെ കൂടെ നിർത്തി ഞാൻ പറയുന്നത്, ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത്രയും വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ കാശാണ് നമ്മൾ കാര്യം എന്തോ ഇപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് ഇളവിയിട്ടുണ്ട്, അനങ്ങിയിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെ. ഇതിലും മാറ്റം ഉണ്ടാവും. ചേട്ടനെ കൂടെ നിർത്തിയാ പറഞ്ഞു കേട്ടോ. ഇതിലും മാറ്റം ചേട്ടനെ കൂടെ നിർത്തിയാ പറയുന്നത്. ഇതിലും മാറ്റം ഉണ്ടാവും. ശരി, വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അനീഷ് ഒപ്പം ശ്രീകുമാരാണ് സൈനിങ് ഓഫ്.